എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റക്കാട്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ശുഭരാത്രി നേരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കംഫർട്ട് സോൺ. നമ്മൾ കംഫർട്ട് സോണിൽ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ കുഴപ്പമാണ് കംഫർട്ട് സോണിൽ നമ്മൾ ട്രാവൽ ചെയ്യുക. കംഫർട്ട് സോണിൽ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമ്മുടെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. അതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രതിസന്ധിയും നേരിടാവുന്ന ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. കംഫർട്ട് സോണിൽ പോയാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഒതുങ്ങി പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനോടും തോന്നില്ല. നമുക്ക് അതെനിക്ക് പറ്റില്ല, ഇതെനിക്ക് പറ്റില്ല. നല്ല കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ, നല്ല ഭക്ഷണം കഴിക്കുക, സുഖമായി ഉറങ്ങുക, എപ്പോഴെങ്കിലും എണീക്കുക, കുളിച്ച് ജോലിക്ക് പോവുക, തിരിച്ചു വരിക. അതാണ് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ. അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആര് സക്സസ് ആയിട്ടുണ്ടെങ്കിലും കംഫർട്ട് സോണിലല്ല. അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സും ശരീരമൊക്കെ ഇരുത്തി നമ്മൾ വർക്ക് ചെയ്തത് ഏതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഹെൽത്താണ് നിങ്ങളുടെ ലക്ഷ്യം, ഹെൽത്തിലെത്താം. ഞാൻ ഹെൽത്താണ് എൻ്റെ പാഷൻ. ഞാനതിൽ എൻ്റെ ഏജ് ഓഫ് നമ്പർ ഫോർ മീ ഐ ആം 61 years കംപ്ലീറ്റഡ്, നെക്സ്റ്റ് കമ്മിങ് ടു 62. അപ്പോൾ 62 വയസ്സിൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ കംഫർട്ട് സോൺ. അപ്പം ഞാനതിലേക്കൊരു കോൺസെൻട്രേഷൻ കൊടുത്തു. അതന്നെ എൻ്റെ ഒരു പാഷനാക്കി. എന്തും പാഷനാക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യമുള്ളൂ. നമ്മൾ ഒരു മണി മേക്കിംഗ് രീതിയിൽ പോയിട്ട് കാര്യമില്ല. എന്തായാലും ജോബായാലും എന്തായാലും. അപ്പോൾ നമ്മൾ ഒരു പാഷനബിളായിട്ട് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് വെരി സക്സസ് ആയിരിക്കും. ഒരു സംശയം വേണ്ട. ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ള